കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാം. അമ്പാടിയിലെ ആണോ അതോ മറ്റേതെങ്കിലും ദേവതകളുടെ ഒക്കെ ആണോ, ഏത് രൂപത്തിലാണെന്നറിയില്ല. എന്തായാലും ആ കുസൃതിക്കണ്ണൻ എന്ത് ഒക്കെ മറിമായാണ് അവിടെ കാട്ടി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്കിങ്ങനെ പോയി നോക്കാം. ഇപ്പോൾ ആ സംഗീതോത്സവമൊക്കെ നടക്കല്ലേ, വളരെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് അങ്ങനെ വരാം. അങ്ങനെ വന്ന് അവിടെ നിന്നൊന്ന് മഞ്ജുള വാരസ്യാരൊക്കെ ഒന്ന് സ്മരിച്ച് നമ്മളിങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അപ്പോൾ ആ ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ആ ഗണേശനെ ഒന്ന് പ്രാർത്ഥിക്കുക, തൊഴാം. അതൊക്കെ കഴിഞ്ഞ് മുട്ടറക്കണമെങ്കിലൊക്കെ മുട്ടറക്കൊക്കെ ചെയ്യാം. അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മളിങ്ങനെ നേരെ ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചത് കാണാം. ഇപ്പോൾ ഏകാശിയുടെ ഇതൊക്കെ ആകുമ്പോൾ എന്നും ഉണ്ടാവുകയെ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വലിയ ബലിക്കല്ല് കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിനടുക്കായിട്ട് ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം. അതൊക്കെ കണ്ട് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി അങ്ങോട്ട് കയറിയിട്ട് നോക്കുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പേടും ആ കിടാവിളക്കൊക്കെ കാണാം. എന്നിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം ചെയ്തു കൊടുത്ത തൂണ, കാണിച്ചു കൊടുത്ത തൂണാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ ആ പ്രകാശം ഇങ്ങനെ കാണാണ്ട്, അങ്ങനെ നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. കുറച്ച് വലിയ കാൽപാദം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ആളാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ എന്താ വെച്ചാൽ അതിന് മുകളിൽ കസവൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കളഭത്തിൻ്റെ മുകളിൽ. അപ്പോൾ മഞ്ഞ പട്ട് ഇങ്ങനെ ഉടുപ്പിച്ച മാതിരിയുണ്ട്. അപ്പോൾ വലിയ ഒരു പാളത്താറ് പോലെ. അങ്ങനെ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊക്കെ വലിയ ആൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ മുകളിൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടൊരു ഗോപീതിലകം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴോ കൈവളകൾ കാണാണ്ട്. അപ്പോൾ ഇടത്തെ കയ്യിൽ കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ കലപ്പ അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴോ വലത്തെ കയ്യിൽ ഗദയുണ്ട്. ആ ഗദയും കലപ്പയൊക്കെ പിടിച്ച് ബലരാമസ്വാമി ആയിട്ടാട്ടോ, ഒന്ന് ഏട്ടനായിട്ടാണ് നിൽക്കുന്നത്, വെറുതെ അല്ല. അപ്പോൾ ആ ഗദയൊക്കെ നല്ല വലിയ ഗദയാണ്. കലപ്പയും നന്നായിട്ട് തൂക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കൈവളകളും തോൾവളകളും ഒക്കെ കാണാണ്ട്. അതേപോലെ ആ മുഖത്ത് നോക്കിയാലോ നല്ല പുഞ്ചിരി. ഞാൻ ഏട്ടനായിരുന്നു കേട്ടോ എന്നാണ്. ഞാൻ ഏട്ടനൊക്കെ ഒന്ന് തന്നെയാണ്, അനന്തനല്ലേ. അപ്പോൾ ഞാനും ഏട്ടനൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതാണ് ആ ഒരു കാഴ്ച. അങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ തിരുനെറ്റിയിൽ 3 ഗോപീതിലകങ്ങൾ ഇങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാലകൾ എന്താ വെച്ചാൽ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 3 എണ്ണം ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ താമരയും തുളസിയായിട്ടൊന്നും, തെച്ചിയും തുളസിയും ആയിട്ടൊന്ന്, പിന്നെ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും, അങ്ങനെ 3 തിരുമുടിമാലകളുണ്ട് പൊന്നിൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ. അതേപോലെ വലിയ ഉണ്ടമാല ഇങ്ങനെ 2 എണ്ണം ഉള്ളത്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായും തെച്ചിയായിട്ടുള്ള അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 2-4 തുളസി മാലകളുണ്ട്. അപ്പോൾ കാതിൽ ചെവിപ്പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ആ ബലരാമസ്വാമിയുടെ ഒരു കാഴ്ച എന്തൊരു മനോഹരമാണെന്നറിയാം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ആ മനസ്സുകൊണ്ട് വന്ന് സോപാനപ്പടിയിൽ നിന്ന് നമ്മളിങ്ങനെ തൊഴുകയാണ് ആ ബലരാമസ്വാമിയെ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ ബലരാമസ്വാമിയുടെ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറയുന്ന ഞാൻ തന്നെയാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഒരു കാരണവശാലും പേടിക്കണ്ട, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കണ്ട് സമാധാനമായിട്ട് കണ്ട് തൊഴുതോളും. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട്
അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുത് ആലിലക്കണ്ണനെയും അതേപോലെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. വലിയ തിരക്കെന്ന് പറയാനില്ല, എന്നാൽ തിരക്കൊക്കെ ഉണ്ട്, സാധാരണത്തെ കടലുണ്ട്, അത്ര തന്നെ. അങ്ങനെ വന്ന് നോക്കിയാൽ ഗണേശന് ചാർത്തായിക്കൊണ്ടിരിക്കണു, ചന്ദന ചാർത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണു. കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്, വട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്, താമരമാലയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ നോക്കുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് പോന്ന് അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം, ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കുറുരമ്മയും ആ വെണ്ണക്കണ്ണനെയൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അതുപോലെ തന്നെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കാണാം. അങ്ങനെ അനന്തൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് നല്ല നിറയെ മേലെ ഇങ്ങനെ പൂക്കളിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്, താമരമാലയും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അനന്തപത്മനാഭൻ്റെ അവിടെ കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുക. അതിനുശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ നരസിംഹസ്വാമി ഉഗ്രരൂപമായിട്ടുള്ള നരസിംഹസ്വാമീനെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, അതായത് ശ്രീരാമചന്ദ്രനും ഉള്ളിലുള്ള ബലരാമൻ, പുറത്തും ബലരാമൻ, അപ്പോൾ അങ്ങനെ കണ്ട് പരശുരാമനെയൊക്കെ കണ്ട് തൊഴുത് കണ്ണനെ കാണാം. വീണ്ടും കൃഷ്ണനെ കണ്ട് 2 മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുരുകനെ കാണാം. മുരുകൻ്റെ അവിടെ വെളുത്ത ഭസ്മം കൊണ്ടുള്ള അഭിഷേകം നടന്ന് കാണാണ്ട്. ഇന്ന് പിന്നെ എന്തായാലും ഹനുമാൻ സ്വാമിയുടെ അടുത്ത് മാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് 2-3 മാല ഉണ്ട്, വെറ്റില മാലകൾ. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ലിഖിതമാല ഉണ്ട്, കുങ്കുമമുണ്ട്, എന്നെല്ലാം ഉണ്ട്. ആരൊക്കെ ഭക്തർ വന്ന് ചാർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ തന്നെ ചാർത്തിയതായിരിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഹനുമാൻ സ്വാമീനെ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ അവിടെ വന്നിട്ട് അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ ചുവരിൻ്റെ മുകളിലുള്ള താമരക്കണ്ണൻ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ നൃത്താറിയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴാം. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ കുറൂരമ്മ, അതേപോലെ നാരദർ, അതേപോലെ തന്നെ മേൽപ്പത്തൂർ, പിന്നെ വസുദേവർ ഉണ്ണീനെ ഇങ്ങനെ കൊണ്ടുപോകണ അനന്തൻ്റെ കുടയിലായിട്ട് ഇങ്ങനെ പോകണ അത് കാഴ്ച, അതൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം നമ്മൾ നേരെ ഇടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ഭഗവതിയുടെ അടുത്തും പറഞ്ഞ മാതിരി വലിയ തിരക്ക് എന്ന് പറയാനില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് നമ്മൾ ഭഗവതിയെ കാണുമ്പോൾ ഭഗവതിയുടെ മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നന്നായിട്ട് ചന്ദനമൊക്കെ ചാർത്തി നല്ല വലിയ കണ്ണൊക്കെ ആയിട്ട് നല്ല വലിയ പൊട്ടൊക്കെ, ചുവന്ന പൊട്ടൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പൊട്ട വലിയ തൊട്ടുണ്ട്, കണ്ണൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ണ് മൂക്കൊക്കെ നല്ല രസം, നല്ല സുന്ദരിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ അമ്മ ഇങ്ങനെ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കണം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ ധാരാളം പൂക്കളുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക. അവിടെ നിന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമസ്കരിക്കുക. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ബലരാമസ്വാമിയെ കണ്ട് നമസ്കരിച്ച് അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കാം. കടാവൾക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് ആ മാനവേദന ദർശനം നൽകിയതും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കൂത്തമ്പലി. അപ്പോൾ അവിടെ വന്ന് തൊഴുക. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. കുറച്ചൊക്കെ ചന്ദനം അവിടെയും ഇവിടെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെയൊക്കെ. സ്വാമിമാരുടെ കെട്ടുനാറുടെയൊക്കെ തിരക്കുകളുണ്ട്. നമുക്ക് അയ്യപ്പസ്വാമി അങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം, കണ്ട് തൊഴുക. അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനിയുടെ പൂജിച്ച വിഗ്രഹം ഒന്ന് കണ്ട് കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ കിഴക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയാൽ ആ കണ്ണനെ ഇങ്ങനെ കാണാം, ബലരാമനെ. അപ്പോൾ കണ്ട് തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവിനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേമാതിരി എല്ലാവരും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.